എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് കണ്ടതിന് ശേഷം ചില സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് ചെയ്തും അതുപോലെ നേരിട്ട് വിളിച്ചുമൊക്കെ അവർ പങ്കുവച്ച ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം. എന്താ മരണഭയം? മരണഭയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറച്ചും മരണത്തെപ്പറ്റിയുള്ള ചിന്തകൾ വന്നങ്ങ് നിറഞ്ഞ് വല്ലാത്ത ഭയം ബാധിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ആയി മാറുന്നൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധ വേണം, നമുക്ക് സന്തോഷം വേണം, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യണം. ഇതിനെയൊക്കെ ബാധിക്കുകയാണ് ഈ മരണഭയം. ഇങ്ങനെ മരണഭയം, ഈ മരണചിന്ത നമ്മളെ വല്ലാതെ ഒരു ലൂപ്പ് പോലെ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചിന്ത വരുന്നു. അത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് പാനിക് അറ്റാക്കുകൾ, ഹാർട്ട് റേറ്റ് കൂടുതൽ, അതുപോലെ നമ്മുടെ ബ്രീത്ത്, നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു. എപ്പോഴും ഒരു വല്ലാത്ത തളർച്ച, അങ്ങനെ നമ്മളെ മൊത്തത്തിൽ ഈ ഭയം ബാധിക്കുന്ന ഒരവസ്ഥ. ഇതാണ് മരണഭയത്തിൻ്റെ ഒരു തീവ്രത എന്ന് പറഞ്ഞാൽ. മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും എല്ലാവരെയും ബാധിക്കുന്ന ഒരു കോമൺ ആയൊരു കാര്യമാണ്, എല്ലാ മനുഷ്യരെയും. പക്ഷേ ഈ മരണം, ആ ഒരു ചിന്ത, അത് നമുക്ക് നമ്മളെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ ജീവിക്കുന്ന പ്രോസസ്സിനെ ബാധിച്ചാൽ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇതാണ് മരണഭയത്തിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. പല കാരണങ്ങളുണ്ട് ഈ മരണഭയം വരാനായിട്ട്. ഒന്ന്, നമുക്കിത് ഈ മരണത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത് അറിയില്ല. പലതും ഇങ്ങനെ സ്പിരിച്വാലിറ്റി പലതും പറയുന്നുണ്ട്, സ്വർഗം, നരകം, അങ്ങനെ പലതും. പക്ഷേ ഇത് ആരും സയൻറ്റിഫിക്കലി ആരും വന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളില്ല മരണശേഷം എന്താ സംഭവിക്കുന്നത് എന്നത്. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ വേർപിരിഞ്ഞ് പോകുന്ന അവസ്ഥ. നമ്മളില്ലാത്ത ആ ഒരു ഡേയിൽ പ്രിയപ്പെട്ടവരെങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മിസ്സാവുന്നൊരവസ്ഥ. ഇതൊക്കെ ഓർക്കുമ്പോഴും വല്ലാത്ത ചിന്ത വരാം. ഇനി ചില മതങ്ങളിൽ നരകത്തെപ്പറ്റിയുള്ള ചിന്ത വളരെ കൂടുതലാണ്. അപ്പോൾ മരണശേഷം എന്ത് സംഭവിക്കുന്നുള്ള ചിന്ത അവിടെ വരാം. ഇനി നമുക്ക് അറിവില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മുടെ കൺട്രോളിന് വെളിയിലുള്ളൊരു കാര്യമാണ് മരണം. അതും അടുത്തൊരു പ്രശ്നമാണ്. ആ മരണസമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള പെയിൻ, അവിടെ വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള വലിയ പ്രയാസങ്ങൾ, ഇതൊക്കെ ചിന്തിച്ചിട്ടാവാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ നമ്മുടെ ഈ മരണഭയത്തിൽ അതിങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഏതായാലും ഈ മരണഭയത്തെ നമ്മൾ തിരിച്ചറിയണം, അതിനെ നമുക്ക് അതിജീവിക്കണം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ മരണഭയത്തെ തിരിച്ചറിയുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ മരണഭയം നമ്മളിലൊരു ലൂപ്പായിട്ടാണ് വരുന്നത്. നമുക്ക് തുടർച്ചയായിട്ട് അനിയന്ത്രിതമായ ഒരു ചിന്തയായിട്ടായിരിക്കും നമ്മൾ വരിക. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ മരണഭയം ഉള്ളവർ പൊതുവേ രോഗങ്ങളെപ്പറ്റി അമിതമായ ഉത്കണ്ഠ ഉള്ളവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മാറ്റം ശരീരത്തിൽ നമുക്ക് ഉണ്ടാവും തന്നെ നേരെ കണക്ട് ചെയ്യുന്നത് അത് പോയി അവസാനം മരണത്തിൽ പോയി എത്തിച്ചേരുന്നതിനെ പറ്റിയായിരിക്കും. അതുപോലെ അവർ ഈ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ പറ്റിയൊക്കെ ഭയങ്കര ഭയം ഉള്ളവരായിരിക്കും. ഒന്നുകിൽ കണ്ടിന്യൂസായിട്ട് തുടർച്ചയായി ഇങ്ങനെ മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യും, മരിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ, അസുഖമില്ല എന്ന് ഉറപ്പുവരുത്താൻ. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ അവർ മെഡിക്കൽ ചെക്കപ്പുകളെ അവർ ഒഴിവാക്കും. അതും ഇതിനകത്ത് വരാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ മരണത്തെപ്പറ്റിയുള്ള വാക്കുകൾ, മരണത്തെപ്പറ്റിയുള്ള സംസാരങ്ങൾ, അതൊക്കെ അവർ ഒഴിവാക്കി പിടിക്കും. എന്തെങ്കിലുമൊക്കെ വാർത്തകളൊക്കെ വന്നാൽ അത് അപ്പോഴേ അവിടുന്ന് സ്കൂട്ടാവും. ഇതൊക്കെ പൊതുവേ അവർ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഈ മരണഭയത്തെ അതിജീവിക്കുന്നതിൽ നമുക്ക് പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ നമ്മുടെ ഫോക്കസ് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ മരണത്തെപ്പറ്റിയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്നതിനെ പറ്റിയാണല്ലേ. അപ്പോൾ മരണത്തിലേക്ക് ഇങ്ങനെ റഡാറ് വെച്ചതുപോലെ ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന നമ്മുടെ മനസ്സിനെ തിരിച്ചിങ്ങ് കൊണ്ടുവന്ന് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഫോക്കസിനെ ഷിഫ്റ്റ് ചെയ്യിക്കണം. അതൊരു പ്രധാനപ്പെട്ട നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം മൈൻഡ്ഫുൾനെസ്സാണ്. അതുപോലെ നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്ത് മാക്സിമം അതിൽ നമ്മുടെ മനസ്സ് അറിഞ്ഞ് അത് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഗ്രൗണ്ടിങ് ടെക്നിക്സും അതുപോലെ മൈൻഡ്ഫുൾനെസ്സൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഏതായാലും ജീവിച്ചിരിക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന് കുറച്ച് ഒരു പർപ്പസും ഒരു മീനിങ് ഒക്കെ വരുമ്പം നമുക്ക് മരണഭയത്തെ പറ്റിയുള്ള ആ ഒരു ചിന്ത നമുക്ക് കുറയും. കാരണം നമ്മുടെ ജീവിക്കുമ്പം എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം, നമ്മൾ വഴി, നമ്മുടെ ജീവിതം വഴി ആർക്കൊക്കെ ഉപകാരം ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം, അത് നമുക്ക് ഒരു മീനിങ് നമ്മുടെ സേവനങ്ങളിൽ, നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ അതും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മരണഭയത്തെ അതിജീവിക്കാൻ.
മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മരണത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. മരണത്തെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? അത് എല്ലാവർക്കും ഉള്ള ഒരു പൊതുവായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് അത്തരം ടോപ്പിക്കുകളെ പറ്റി നമ്മൾ കേൾക്കാതിരുന്നിട്ടോ കാണാതിരുന്നിട്ടോ ഈ മരണഭയം മാറില്ല. അത് എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ അത്തരം സംസാരങ്ങളിൽ നമുക്ക് പങ്കെടുക്കാം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി ഒരുപാട് ചിന്തകളുണ്ട്, ഫിലോസഫികളുണ്ട്, സ്പിരിച്വാലിറ്റികളുണ്ട്, അതൊക്കെ നമുക്ക് കേൾക്കാം. ഇങ്ങനെ അതിനെ വായിക്കാനും ചിന്തിക്കാനൊക്കെ സാധിക്കുമ്പോഴാണ് നമുക്ക് അതിനോടുള്ള ഭയം മാറുന്നത്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ മരണഭയം നമ്മളെ വിട്ടുപോകുന്നില്ല. നമ്മുടെ ഡെയിലി ലൈഫിനെ വല്ലാതെ ബാധിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, റൂമിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണം. കാരണം ഇതിന് പിന്നിൽ എന്താണുള്ളതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ചില ആങ്സൈറ്റി ഡിസോർഡറുകൾ ഈ മരണഭയത്തെ വല്ലാതെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ചില അണ്ടർലൈയിങ് ആയ ചില പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളത് ഇതിനുള്ള പരിഹാരത്തിൻ്റെ ഒരു ഏറ്റവും പ്രഥമമായ ഒരു കാര്യമാണ്. അതിന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് അവർക്കൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനെ അങ്ങനെ നമുക്ക് തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ മെഡിസിനും സഹായകരമായിരിക്കും. അതിനെ നമുക്ക് നന്നായിട്ട് പരിഹരിക്കാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത് എന്തിനെ പറ്റിയാണ്? ജീവിതത്തെ പറ്റിയല്ലേ, മരണത്തെ പറ്റിയല്ലല്ലോ. മരണം നമ്മൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും വരും. പക്ഷേ ജീവിതം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച്, നമ്മൾ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. അതുകൊണ്ട് നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടത് ജീവിതത്തെ പറ്റിയാണ്, ഇന്നത്തെക്കുറിച്ചാണ്, ഇപ്പോഴത്തെ പറ്റിയാണ്. ഈ ഒരു മൈൻഡ്ഫുൾനെസ് നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ബൈ.